22 സങ്കീർത്തനം आमीन 22वां भजन संहिता ഈ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. दाऊद ने लिखा हुआ एक भजन संहिता ഈ है. സങ്കീർത്തനം യേശു എഴുതുന്നത് പോലെയാണ് ആ സങ്കീർത്തനം അവിടെ കിടക്കുന്നത്. आमीन ये भजन संहिता यीशु लिखने के ना ही वहां पर लिखा गया है. കാരണം കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ മശിഹായ സങ്കീർത്തനം എന്നാണ് ആ സങ്കീർത്തനത്തിന് പറയുന്നത്. आमीन उस भजन संहिता मसीहानिक भजन संहिता करके बताया गया है. यीशु का कष्ट उठाने वाले अनुभवों को वहां पर बताया गया है. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ കർത്താവ് എഴുതുന്നതിന് തുല്യമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. आमीन दाऊद जब इस भजन संहिता को लिखता है तब मसीह उठाने वाले दर्द के अनुसार वो इस भजन संहिता को लिख रहा है. ഒന്നാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ആ നിന്ദിക്കപ്പെട്ടവനായ മശിഹായെ കാണുന്നു, നിന്ന അനുഭവിച്ച കർത്താവിനെ കാണുന്നത്. आमीन उसका पहला भाग में हम देखते हैं कि आमीन निंदा अपमान उठाया हुआ मसीह के बारे में वहां पर बताया है. രണ്ടാമത് കഷ്ടമനുഭവിച്ച ക്രിസ്തുവിനെയാണ് കാണുന്നത്. आमीन दूसरा भाग में कष्ट उठाया हुआ मसीह के बारे में बताया है. മൂന്നാമത് കൈവിടപ്പെട്ട ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. आमीन तीसरा भाग में हालेलुया छोड़ दिया गया हालेलुया एक मसीह के बारे में बताया गया. നാലാമത്തേത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവിടെ കാണുന്നത്. आमीन चौथा भाग में जी उठा हुआ एक मसीह के बारे में बताते അതിൽ हैं. തന്നെ നമസ്കരിക്കാൻ യോഗ്യനായ ഒരു മശിഹായെ കാണുന്നത്. आमीन उसी में ही आमीन आराधना का योग्य मसीहा के बारे में बताया है. 28ാം വാക്യം രാജാവായ ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുന്നത്. उसके 28वें आयत में हम देखते हैं कि राजा के नाई आने वाला एक मसीहा के बारे में बताया है. എന്റെ അനുഭവം പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ അനുഭവമാണ് 22ാം സങ്കീർത്തനം. आमीन मैं जिस प्रकार मेरा अनुभव बताया उसी प्रकार इस भजन संहिता में मैं बताना അപ്പൊ चाहूंगा. ഈ 22ാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയിരിക്കുന്നത്. आमीन ये 22वां भजन संहिता दाऊद ने लिखा है. അപ്പൊ ഈ കർത്താവ് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയ കാര്യമാണ് അവിടെ. आमीन यीशु कष्टों से होकर गया हुआ भजन संहिता है. യേശു ക്രൂശിന്മേൽ കഷ്ടമനുഭവിക്കാൻ പോകുന്നതിന് മുമ്പ് आमीन यीशु क्रूस के मृत्यु की ओर जाने से पहले അത് മത്തായിയുടെ സുവിശേഷത്തില് मत्ती का सुसमाचार में 26ാം അധ്യായത്തിൽ आमीन 26वें अध्याय 17 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 17वें आयत से जब हम पढ़ते हैं കഷ്ടാനുഭവങ്ങളിലൂടെ യേശു കടന്നു പോകാനുള്ള സമയം അടുത്ത് നിൽക്കുക. कष्ट उठाने का वो समय करीब आ गया है. ഈ അടുത്ത് നിൽക്കുന്ന സമയത്ത് ये आमीन निकट आए हुआ इस समय के समय ഈ में ന്യായപ്രമാണം നീക്കാനല്ല ക്രിസ്തു വന്നത്, നിവർത്തിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. आमीन पुराने नियम को हटाने के लिए नहीं बल्कि उसको पूरा करने के लिए मसीहा आया है. കർത്താവായ യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് അറിയിക്കുന്നതാണ് പുറപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ പെസഹായുടെ കാര്യം മോശ പറഞ്ഞത്. आमीन मसीहा के आमीन एपिसोड कष्ट के बारे में बुक ऑफ एक्सोडस में हम पढ़ते हैं. അത് തലമുറ തലമുറയായി നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. आमीन पीढ़ियों से पीढ़ी तक उसका आमीन करना आमीन वो आमीन करना है करके बताते हैं. യഥാർത്ഥ പെസഹാ കുഞ്ഞാട് വരുന്നത് വരെ അത് ആഘോഷിക്കണം. आमीन एपिसोड सच्चे मेमना आने तक उसका घोषणा करना है. ആ ആഘോഷം ഇസ്രായേൽ ജനം നടത്തിക്കൊണ്ട് വരികയാണ്. आमीन वो आमीन सेलिब्रेशन वे करते हुए आ रहे हैं. ആ കർത്താവാണെന്നുള്ളത് ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല. आमीन वो मसीहा है करके इस्राएलियों ने नहीं जाना ആ है. പെസഹാ കുഞ്ഞാടാണെന്ന് അവർക്ക് മനസ്സിലായില്ല. वो मेमना है करके इस्राएलियों को समझ में नहीं आया അങ്ങനെ है. ഇരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പറഞ്ഞു, आमीन ऐसे समय में यीशु का चेलों ने कहा അപ്പൊ ഉത്സവത്തിന്റെ ദിവസമായി, आमीन वहां पर उस पैसओवर के फीस्ट के समय आ गया. പെസഹായുടെ ദിവസം വന്നു. आमीन वो पैसओवर के पर्व के समय आ गया. പെസഹാക്കിയതിന് ആ പെസഹായുടെ ദിവസത്തിൽ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാര് വന്ന് യേശുവിനോട് ചോദിച്ചു, आमीन उस पैसओवर के दिन में चेलों ने आकर यीशु से कहा ഞങ്ങള് പെസഹ ഒരുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു. आमीन हम इसका तैयारी कहां पर करना है. അപ്പൊ അപ്പോഴും ശിഷ്യന്മാർക്കും വെളിപ്പെട്ടിട്ടില്ല ഇതാണ് പെസഹ കുഞ്ഞാണെന്ന്. आमीन तभी भी उनको प्रकट नहीं हुआ है कि यही वो सच्चा मेमना है. അപ്പൊ ഈ അറിയാതെ തന്നെ പറഞ്ഞു ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത് എവിടെയാണെന്ന്. आमीन जाने बिगर कहता है कि आमीन ये आमीन तैयारी हम कहां पर അത് करना है. 26ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യത്തില് आमीन उसके 26 मत्ती के सुसमाचार 26 का 17th आयत में हम देखते हैं. ഉപ്പില്ലാത്ത അപ്പത്തിന്റെ 1ാം നാളിൽ आमीन yeah. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു.
अख़मीरी रोटी के पर्व के पहले दिन चेले यीशु के पास आकर पूछने लगे, तू कहाँ चाहते हैं कि हम तेरे लिए फसह खाने की तैयारी करें? അപ്പൊ ഈ പെസഹ ഞങ്ങൾ എവിടെയാ ഒരുക്കേണ്ടത് യേശുവിനോട് ചോദിച്ചു. आमीन, ये पासओवर का तैयारी कहाँ पर करना है करके वहां पर पूछता കാരണം है। ഇസ്രായേലിന്റെ ആചാരമാണ്. आमीन, क्योंकि वो वहां का आमीन रीति रिवाज है। ആ ആചാരം മാറ്റാൻ ഒക്കത്തില്ല. आमीन, वहां के रीति रिवाजों को हटा नहीं सकता। കർത്താവ് വിചാരിച്ചു മാറ്റണ്ട. आमीन, यीशु ने सोचा कि वो ना हटाए। ആ പെസഹ നിങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞു. आमीन, उसको तैयारी करने के बारे में यीशु कहता है, നിങ്ങൾ പോകുമ്പോൾ ഒരുത്തൻ ഒരുപാട് വെള്ളം ചുമക്കൊണ്ട് ഇങ്ങോട്ട് വരും. तुम जब जाएंगे तो एक व्यक्ति एक मटका उठाकर लेकर आएगा। ആ വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവനോട് ചോദിക്കണം, ഗുരു ചോദിക്കുന്നു പെസഹ ഞങ്ങൾ എവിടെ ഒടിക്കണമെന്നുള്ളത്. वो पानी का बर्तन लेकर आने वाला व्यक्ति से पूछना है कि मसीहा आमीन इस पर्व को कहां पर मनाना है। ഈ ആരാണ് ഈ പെസഹ കുഞ്ഞാണെന്ന് ആ മനുഷ്യൻ അറിയത്തില്ല. आमीन, उस व्यक्ति भी नहीं जानते कि कौन है ये मेमना। അറിയാതെ പോലും അവൻ ഒരുക്കി വെച്ചതായ ഒരു വൻമാളിക കാണിച്ചു കൊടുത്തു. आमीन, जाने बिगर तैयार किया हुआ वो अच्छा सा मंडप को वहां पर दिखा ഈ कर देता പെസഹ है। എന്താണെന്ന് അവൻ ഒരിക്കത് പറയാ എന്താണെന്ന്. आमीन, वहां पर क्या तैयारी किया है वो बताता ഇന്ന് है। നാമധേയ ക്രൈസ്തവരുടെയും പെസഹ ഉണ്ട്. आमीन, अब के नामधारी मसीहों के बीच में भी आमीन पर्व मनाए जाते हैं। ആ പെസഹ അല്ല ഞാനീ പറയുന്ന പെസഹ. आमीन, वो पर्व नहीं है जो यहाँ पर बताया गया है। ഈ പെസഹായിക്ക് आमीन, इस पर्व ഇന്ന് വലിയ വിവാദത്തിൽ നിൽക്കുന്നതാണ് ഈ കർത്താവിന്റെ തിരുമേശ യൂദ കഴിച്ചെന്നും കഴിച്ചില്ലെന്നും പ്രസംഗിക്കുന്നവരുണ്ട്. आमीन, आजकल इसके बारे में बहुत बड़ा आमीन बातें चलता है कि आमीन यूदा ने आमीन इस पर्व मनाया या नहीं मनाया करके बहुत बड़े कॉन्ट्रडिक्शन ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. आमीन, जिस बात को मैं बोलता हूँ ध्यान से सुनना। ആ പെസഹായിക്ക് അവരിരുന്നു. आमीन, उस पर्व में वे बैठे 12 പേരും ഉണ്ട് ആ കൂട്ടത്തിൽ. 12 लोग भी वहां पर थे। കർത്താവിനെ കാണിച്ചു കൊടുത്ത യൂദായും ഉണ്ട്. आमीन, यीशु को दिखाया हुआ यूदा भी वहां पर അപ്പൊ बैठा ഈ है। പെസഹ എന്ന് പറയുന്നത് आमीन, ये पर्व का मतलब കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ടത് അവിടെ ഉണ്ട്. आमीन, मेमना के मेमना को आमीन आमीन मेमना को आग में जलाकर तैयार किया हुआ वहां पर है। ഉപ്പില്ലാത്ത അപ്പം അവിടെ ഉണ്ട്. आमीन, अनलिवन ब्रेड का तैयारी भी वहां पर किया है। അവിടെ കഴിക്കുന്ന ചീര അവിടെ ഉണ്ട്, കയ്പ് ചീര അവിടെ ഉണ്ട്. आमीन, कड़वापन की बात भी वहां पर तैयार किया है। യേശുവിൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രത്തിന് 12 അപ്പം മാറ്റി വെച്ചതായ അപ്പം അവിടെ ഉണ്ട്. मसीह यीशु के लिए ऐसा कहते हुए 12 रोटी वहां पर अलग करके रखा है। എല്ലാ ഭക്ഷണത്തിനും ഉപയോഗിക്കുന്ന വീഞ്ഞ് അവിടെ ഉണ്ട്. आमीन, वहां पर हर एक भोजन में रखने वाला दाखरस भी वहां पर रखा है। കർത്താവ് പറഞ്ഞ പെസഹായിക്ക് ഉള്ളതിന്റെ ഐറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. आमीन, वहां के पर्व का आमीन तैयारियों के बारे में बताया है। ഈ പെസഹ ആചരിക്കാനാണ് ക്രിസ്തു അവിടെ വന്നിരിക്കുന്നത്. आमीन, ये पर्व मनाने के लिए मसीह वहां पर आया है। അങ്ങനെ അവർ അത്താഴം ഈ പെസഹ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ आमीन, ऐसा ही जब इस पर्व को आमीन भोजन कर रहे थे, യൂദായുടെ കാര്യം യേശുവോടെ പറഞ്ഞു. आमीन यूदा के बारे में यहाँ पर यीशु कहता है। അവിടെ പറഞ്ഞു എന്നോടുകൂടെ പക്ഷി പാത്രത്തെ താരന്റെ കൈമുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു പറഞ്ഞു. आमीन, वहां पर कहता है कि इस पात्र में हाथ डुबाने वाला व्यक्ति मुझे दिखाएगा करके वहां पर बताते हैं। യൂദ പെസഹ ആചരിച്ചോ ഇല്ലയോ? आमीन, तब यूदा वहां पर उस सेलिब्रेशन में भागी हुआ या नहीं? അവൻ ഭക്ഷണത്തിൽ എഴുന്നേറ്റ് പോയി എന്ന് വായിക്കുന്നുണ്ട്. वहां पर उस भोजन से उठकर गया करके बताया അപ്പൊ है। യൂദ പെസഹ കഴിച്ചോ? आमीन, तब यूदा इसमें शामिल हुआ या യൂദ नहीं? ഭക്ഷണം കഴിച്ചു. आमीन, यूदा इसमें शामिल हुआ। അവൻ ആ അത്താഴം കഴിഞ്ഞ ശേഷം आमीन, वे भोजन के बाद മാറ്റി വെച്ചതായ അപ്പം യേശു കയ്യിലെടുത്തു. आमीन, हटाकर रखा हुआ अलग किया हुआ ये रोटी यीशु अपने हाथों में ले लिया। ഇസ്രായേലിന്റെ ചരിത്രത്തിലുള്ളതാണ് മശിഹായിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് 12 അപ്പം മേശമേൽ വെക്കുന്ന രീതി. आमीन, इस्राएलियों के हिस्ट्री में बताया गया है कि मसीहा के लिए बोलकर 12 रोटी को वे अलग करके रखते ആ हैं। റൊട്ടി കർത്താവ് കയ്യിലെടുത്തു. आमीन, वो रोटी यीशु ने अपने हाथों അപ്പൊ में लिया। യേശു പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു. आमीन, यीशु ने कहा कि ये मेरा शरीर है। അത് വായിക്കുന്നത് അതിന്റെ 26 മുതലുള്ള വാക്യത്തിൽ പറയുന്നു. आमीन, उसके 26वें आयत से हम वहां पर पढ़ते हैं।
जब वे खा रहे थे तो यीशु ने रोटी ली और आशीष मांग कर तोड़ी और चेलों को देकर कहा, ले खाओ, ये मेरी देह है। फिर उसने कटोरा लेकर धन्यवाद അപ്പൊ യേശു പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു. आमीन। यीशु ने कहा कि ये मेरा शरीर है। ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. आमीन। मैं जो बोलता हूँ बड़े ध्यान पूर्वक ഇന്ന് सुनना। കാലത്തെ ആശയക്കുഴപ്പം വരുന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. आमीन। इन दिनों में बड़े कंट्रोवर्सी लाने वाले बात को मैं बता रहा हूँ। ഞാനിത് പറയുമ്പോൾ എനിക്ക് വേദപുസ്തകത്തിൽ തെളിവില്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. आमीन। जो वचन में आमीन आमीन जो प्रूफ नहीं है वो बातों को मैं कभी भी കാരണം नहीं ഇന്ന് ഈ कहता। പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്. क्योंकि आजकल की कलीसियाओं में बहुत सारे डॉक्ट्रिन्स आया हुआ है। അവർക്കും പറയാൻ വേദപുസ്തകത്തിൽ ബാക്കിയുണ്ട്. आमीन। उनको भी बोलने के लिए बाइबल में डॉक्ट्रिन्स निकालते അപ്പോൾ हैं। കർത്താവ് ആ അപ്പം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ദേഹമാണ്, എന്റെ ശരീരമാണെന്ന് പറഞ്ഞു. आमीन। इस रोटी को यीशु के हाथों में लेकर कहता है कि ये मेरा शरीर है। അന്ന് വരെ പറഞ്ഞത് ഇസ്രായേൽ പറഞ്ഞു ഇത് മശിഹായ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു മാറ്റി വെച്ചിരിക്കുക. तब तक मसीहा के लिए है बोलकर इसको अलग करके रखते थे। ആ അപ്പമാണ് യേശു കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ ദേഹം, എന്റെ ശരീരമാണെന്ന്. हमें वो रोटी को यीशु के हाथों में लेकर कहता है कि ये मेरा शरीर അത് है। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മുഴുവൻ പറയുന്നുണ്ട് ആ വാക്ക്. आमीन। यूहन्ना के सुसमाचार में उसका गहरे तौर से बताया ഞാൻ गया है। സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് പറഞ്ഞു. मैं स्वर्ग से आया हुआ रोटी है करके ഈ कहता है। അപ്പം തിന്നുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. आमीन। इस रोटी को खाने वालों को अनंत जीवन है करके ഞാൻ कहता है। ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. अंतिम दिनों में मैं आमीन जी उठूंगा करके कहता ഈ है। ശരീരം തിന്നുന്നവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ये शरीर को खाने वाला भी जी उठेगा करके कहता അതിന്റെ है। 51-ാം വാക്യം വന്നപ്പോൾ उसका 51 आयत में जब हम पढ़ते हैं, जीवन की रोटी जो स्वर्ग से उतरी मैं हूँ, यदि कोई इस रोटी में से खाए तो सर्वदा जीवित रहेगा। और जो रोटी मैं जगत के जीवन के लिए दूंगा वो मेरा मांस है। देखो അവിടെ വായിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ് കണ്ടത്. आमीन। वहां पर इस प्रकार बताया गया है, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞു. स्वर्ग से आया हुआ जीवन का रोटी मैं हूं करके यीशु कहता है। അപ്പൊ അതുവരെ വെച്ചത് ഒരു ധാന്യത്തിന്റെ അപ്പമായിരുന്നു. आमीन। तब तक केवल आमीन कुछ दान का रोटी था। എന്നാൽ ഇത് ആ റൊട്ടി തന്നെയായത്. आमीन। अभी भी वही रोटी है, പക്ഷെ ഈ റൊട്ടി കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്ന് യേശു പറഞ്ഞു. लेकिन ये रोटी यीशु के हाथों में लेकर कहता है कि मैं ही आमीन जीवित रोटी हूँ। എന്റെ ശരീരമാകുന്ന മാംസം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറഞ്ഞു. आमीन। ये मेरा शरीर का जो भागी होते हैं आमीन हर दिन हर पल आमीन जिंदा रहेगा। ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പം ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം എന്ന് പറഞ്ഞു. എന്റെ മാംസം എന്ന് പറഞ്ഞു. हमें मैं देने के लिए अर्पण करने के लिए हमें जो भाग है हालेलुया वो मेरा शरीर का भाग हो യേശു जाएगा। പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞത്. आमीन। यीशु ने बताया बात यहाँ पर कहता യേശുവിന്റെ है, കയ്യിലിരിക്കുന്ന അപ്പമാ. यीशु के हाथों में रोटी है। പക്ഷെ യേശു അത് യേശുവിന്റെ ശരീരമായിട്ട് ഇവിടെ പ്രകടിപ്പിക്കുക. आमीन। लेकिन यीशु इस रोटी को अपना शरीर करके वो बता रहा है। ഞാനിത് പറയുമ്പോൾ നമ്മൾ സഭകൾ നടത്തുന്ന കർത്താവിന്റെ തിരുമേശയെ ഓർക്കണം. आमीन। जब इस भाग को बताता हूँ कलीसिया में होने वाला आमीन प्रभु बोझ के सेवकाई का याद हम करना। 53-ാം വാക്യം വന്നപ്പോൾ जब उसका 53 आयत जब हम पढ़ते हैं, यीशु ने उनसे कहा, मैं तुमसे सच सच कहता हूँ कि जब तक तुम मनुष्य के पुत्र का मांस ना खाओ और उसका लहू ना पियो तुम में जीवन नहीं। जो मेरा मांस खाता और मेरा लहू पीता है आनंद जीवन उसी का है और मैं उसे अंतिम दिन फिर जिला उठाऊंगा। അപ്പൊ ഇവിടെ 53-ാമത്തെ വാക്യത്തിൽ വായിച്ചു, आमीन। उसका 53 आयत में हमने इस प्रकार पढ़ा, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, सचमुच में मैं कहता हूँ നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും आमीन मनुष्य का आमीन പുത്ര मनुष्य पुत्र का मांस खाए
അവന്റെ മാംസം അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ उनका लहू को पिए, നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. आमीन, जब तक ना करे तब तक अंदर जीवन नहीं है. 1.5 വർഷം കഴിഞ്ഞില്ലയോ നമ്മൾ ഇതൊന്ന് അനുഭവിച്ചിട്ട്? आमीन, करीबन 1.5 साल हो गया इसमें भागी होकर. ദൈവത്തോടൊന്ന് ചോദിക്കാം, എന്നാ നമുക്ക് ഈ അവസരം തരുന്നത് എന്ന്. आमीन, परमेश्वर से पूछेंगे कि कब हमें ये मौका मिलेगा. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും आमीन, मनुष्य पुत्र का मांस खाए, അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ आमीन, उसका लहू जब तक ना पिए, നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. आमीन, हमें अंदर जीवन नहीं है. എന്റെ മാംസം തിന്നുകയും आमीन, मेरा मांस खाए, എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് मेरा लहू पीने वालों को നിത്യതയിൽ ജീവനുണ്ട്. നിത്യതയിലെ ജീവൻ കിട്ടുമെന്ന് പറഞ്ഞു. अनंतता में जीवन मिलेगा. ആ നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. आमीन, अंतिम दिनों में उसको जी അപ്പോ उठाऊंगा. ഇതെടുക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് 2 കാര്യം പറഞ്ഞു. आमीन, इसमें भागी होने वालों के बारे में 2 बात ഒന്ന്, बता അവൻ रहे हैं. നിത്യതയിൽ അവന് ജീവൻ കിട്ടും. आमीन, एक अंतिम दिनों में आमीन अनंत जीवन मिलेगा. അന്തിമ ദിവസത്തിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. अंतिम दिनों में उसको जी उठाएगा. അപ്പൊ കർത്താവ് നമുക്ക് തന്ന ഉപദേശമാണ് ഞാൻ ഈ പറഞ്ഞത്. हमें ईश्वर ने हमें दिया हुआ डॉक्ट्रिन्स हम यहाँ पर पढ़ेंगे. മനുഷ്യപുത്രന്റെ മാംസവും രക്തവും ഭക്ഷിക്കുക പാനം ചെയ്യുക എന്ന് പറയുന്നത് मनुष्य पुत्र का मांस और लहू पीना खाना यहाँ पर अर्थ बताते हैं. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബ്രെഡാണ് കയ്യിലിരിക്കുന്നത്. हाथ में शायद वो एक ब्रेड के नाई है. ഇത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. आमीन, अनुग्रह करने वाला एक पात्र करके कोरिन्थियों के पत्री में वहां पर बताया गया है. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത് आमीन, मत्ती के सुसमाचार में हमने पढ़ा है. അപ്പൊ ഇത് യൂദ കഴിച്ചില്ലെന്ന് ഓർക്കണം. आमीन, ये यूदा ने नहीं खाया है. പഴയ നിയമത്തിൽ പറഞ്ഞ പെസഹ യൂദ അനുഭവിച്ചു. आमीन, पुराने नियम का पर्व में वो भागी हो गया. ആ പെസഹ ആചരിച്ചു കഴിഞ്ഞപ്പോ യൂദ എഴുന്നേറ്റ് പോയി. आमीन, जब उसको मनाया गया तब वो उठकर चले गए. ആ യൂദ പോയി കഴിഞ്ഞ് കർത്താവിന്റെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ തുടങ്ങി. आमीन, यूदा जाने के बाद में नया नियम का सेवकाई शुरू ആ हुआ. ശുശ്രൂഷ യൂദ അനുഭവിച്ചില്ല. आमीन, वो सेवकाई में यूदा भागी नहीं ഇനി हुआ. ഒന്നുകൂടെ പറഞ്ഞാൽ ശിഷ്യന്മാര് ചോദിച്ചു, आमीन, एक और बार बताए तो आमीन चेलों ने उनसे पूछा, യൂദ എവിടെ പോയി എന്ന് ചോദിച്ചു. आमीन, यूदा कहाँ गया? അപ്പൊ അവര് വിചാരിച്ചു ഇനി എന്തെങ്കിലും മേടിക്കാൻ വിട്ടതാണെന്ന്. आमीन, उन्होंने सोचा शायद कुछ लेने के लिए आमीन भेजा എന്ന് होगा. ശിഷ്യന്മാര് കരുതി. आमीन, चेलों ने सोचा. അപ്പോഴും മനസ്സിലാക്കി യൂദ കർത്താവിന്റെ തിരുമേശ എടുത്തിട്ടില്ല എന്നുള്ളത്. आमीन, तभी भी सोचना है कि यूदा ने इस आमीन मेष में भागी नहीं हुआ പെസഹ है. ആചരിച്ചു, आमीन, पर्व तो मनाया, എന്നാൽ കർത്താവിന്റെ തിരുമേശ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ യൂദ എടുത്തില്ല. लेकिन नया नियम का जो आमीन सेवकाई में वो भागी नहीं हुआ. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം കരങ്ങളിൽ എടുത്തു നുറുക്കി. आमीन, वे जब आमीन भोजन खा रहे थे तब यीशु ने रोटी अपने हाथों में लिया. ശിഷ്യന്മാർക്ക് കൊടുത്തു. आमीन, तोड़कर चेलों को दिया. വാങ്ങി ഭക്ഷിപ്പീൻ, आमीन, लेकर आमीन भोजन करे. ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. आमीन, ये मेरा शरीर है करके कहता है. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചു നോക്കണം. आमीन, यूहन्ना के सुसमाचार हम पढ़ना है. അവിടെ യോഹന്നാൻ പറയുന്നത് സാക്ഷാൽ എന്റെ ശരീരവും സാക്ഷാൽ എന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. आमीन, वहां पर बताया गया है कि ये मेरा शरीर आमीन प्रेस्टोर मेरा आमीन प्रेस्टोर ഈ लहू है. സാക്ഷാൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? आमीन, क्या उसका अर्थ हम समझ पाते हैं? ദൈവമക്കളെ, ഇത് സഭകളിൽ കർത്താവിന് തിരുമേശ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നത് കണ്ടാല് ഏതാണ്ട് ഒരു ചടങ്ങ് പോലെ അങ്ങ് പോകുന്നെന്നുള്ളതേ ഉള്ളൂ. काफी बार कलीसिया में आजकल जब हम देखते हैं आमीन केवल नाम के लिए आमीन प्रेस्टोर आमीन ये सेवकाई मनाया जा रहा है. എന്താ കടയിൽ നിന്ന് മേടിച്ചൊരു ബ്രെഡ് അതിൽ കൊള്ളൊന്നും ഇതിനകത്ത് സങ്കല്പിക്കുന്നില്ല. आमीन, पासमान दुकान से खरीदा हुआ एक ब्रेड करके हम सोच लेते അത് हैं. തന്നെയല്ല അവര് പറയുന്നത് ഓർമ്മയ്ക്കായി ചെയ്യാനെന്നാ പറഞ്ഞത്. आमीन, केवल वही नहीं ये स्मरण के लिए किया करो करके कहता ഓർമ്മയെന്ന് है. പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല മലയാള വാക്ക്. आमीन, स्मरण का मतलब हम सब जानते हैं. ഓർമ്മയ്ക്കാ ഏത് ഓർമ്മയാണെന്നാ ഞാനീ പറഞ്ഞു തരുന്നത്. स्मरण के लिए करते हैं लेकिन किसके बारे में स्मरण करना ഈ है? ഓർമ്മയെന്ന് പറയുന്നത് ശരി തന്നെയാ, പക്ഷെ അത് ഏതിന്റെ ഓർമ്മ, എന്തിന്റെ ഓർമ്മയാണ്? हमें स्मरण तो करना है, वो सच है, लेकिन किसके बारे में स्मरण करना നമ്മുടെ है? മശിഹായെ കഷ്ടാനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് യുക്തമെന്ന് കണ്ടു.
കണ്ടു. आमीन, मसीहा को कष्टों में से लेकर जाना उचित है करके उन्होंने समझा. കർത്താവ് കഷ്ടം അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. आमीन, यदि मसीह कष्ट ना उठाते तो आज हम यहाँ पर बैठकर प्रार्थना करना भी नहीं पड़ता था. യേശു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി. आमीन, मसीह कष्टों से होकर गया. ആ കഷ്ടാനുഭവത്തിന്റെ കാര്യമാണ് ഈ 22ാം സങ്കീർത്തനത്തിൽ എഴുതിയത്. आमीन, वो कष्ट के बारे में यहाँ पर 22वें भजन संहिता में कहते ഇത് हैं. ഞാൻ ഓടി വരുമ്പോ ആ കാര്യം ഓർമ്മിക്കാം. आमीन, अंतिम में उसमें कुछ भाग याद അപ്പോ दिलाऊंगा. ഇവിടെ 27 മത്തായിയുടെ സുവിശേഷം 26-27 വാക്യം വന്നപ്പോൾ आमीन, मत्ती का सुसमाचार 26 का 27 जब हम पढ़ते हैं, പിന്നെ അവൻ പാനപാത്രം കയ്യിലെടുത്തു. आमीन, उसके बाद में दाखरस भी अपने हाथों में എന്ന് लिया. പറഞ്ഞാൽ അതിനകത്ത് മുന്തിരിയുടെ ചാറാണ്, മുന്തിരിച്ചാറാണ്. आमीन, उसका मतलब आमीन प्रेज़ लॉर्ड, अंगूर का रस है. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് അവൻ പറഞ്ഞു. आमीन, सब इसमें से हालेलुया भागी हो करके यीशु कहता അത് है. കുടിക്കാനാ പറഞ്ഞത്, കുടിക്കാനാ പറഞ്ഞത്. आमीन, वो पीने के लिए कहता है. ഇന്ന് കർത്താവിന്റെ മേശയോട് ഇച്ചിരി ചെറിയ ഇങ്ങനെ വെക്കുന്നതാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. आमीन, आज बस टेस्ट करने के लिए दिया जाता है. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളെ ബക്കറ്റിനകത്ത് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ, ആവശ്യമല്ല. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് പറഞ്ഞു. आमीन, सभी लोग इसमें से पीने के लिए कहता ഇത് है. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. आमीन, अनेकों के लिए पाप के परिहार के लिए बहाया जाने वाला नया नियम का मेरा लहू का വായിച്ചത് തെറ്റിപ്പോകരുത്. आमीन, जो पढ़ा है वो भूल ना जाए. ഹിന്ദി ഭാഷയിൽ ഒന്ന് വായിക്കാം. Yeah. ഹിന്ദി വായിച്ചേ. फिर उसने कटोरा लेकर धन्यवाद किया और उन्हें देकर कहा, तुम सब इसमें से पियो, क्योंकि ये वाचा का मेरा वो लहू है जो बहुतों के लिए पापों की क्षमा के निमित्त बहाया जाता है. പാപമോചനത്തിനാണ് ഈ രക്തം നിങ്ങൾ കുടിക്കേണ്ടതെന്ന് യേശു അല്ലയോ പറഞ്ഞത്. आमीन, पाप के परिहार के लिए, इस क्षमा के लिए इसमें से भागी होना करके यीशु ने कहा. പണ്ടത്തെ ദൈവദാസന്മാരൊക്കെ ഇത് അധികാരമായി പഠിപ്പിച്ചിട്ടുണ്ട്. आमीन, पुराने परमेश्वर के दास लोग बड़े अधिकार के तौर से इसको सिखाते പക്ഷെ थे. ഇവർ അമേരിക്കയ്ക്ക് പോയിച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഉപദേശം മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. लेकिन जब बाहर गांव में चले जाकर आते हैं तब आमीन उनका तरीका बदल जाते हैं. ഒരു ദൈവദാസന് കർത്താവിന്റെ തിരുമേശയുടെ ശുശ്രൂഷ കുമ്മനാട്ട് കൺവെൻഷന് ഈ കഴിഞ്ഞ ഒടുവിലത്തെ ശുശ്രൂഷ നടത്തിയപ്പോഴും एक परमेश्वर के दास कुंभनाट कन्वेंशन के अंतिम जो कन्वेंशन हुआ वहां पर जब इस सेवकाई कर ഇത് रहा था, പാപമോചനത്തിനല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. आमीन, उन्होंने कहा कि पाप की क्षमा के लिए नहीं है करके उन्होंने ഇപ്പൊ कहा. നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം യേശുവിന്റെ വാക്ക് പറഞ്ഞതാ. आमीन, अभी हमने जिस बाइबल में से पढ़ा वहां पर हमारे पाप के क्षमा के लिए बहाया हुआ नया नियम का वाचा है, लहू है करके हमने यहाँ पर पढ़ा है. ഈ ഉപദേശം കൊടുത്താ വന്നേ. तो ये डॉक्ट्रिन्स कहाँ से आया? ഞങ്ങളുടെ പള്ളിയിലായിരുന്ന കാലത്ത് जब आमीन पुराने कलीसिया में जब थे, അവിടെ ഞായറാഴ്ച ചൊല്ലുമായിരുന്നു. आमीन, वहां पर इतवार के दिन पढ़ते थे. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. आमीन, विभिन्न प्रकार की उपदेश हालेलुया एक एक दिन उगता जाता है. പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിന്റെ ഉപദേശം കേട്ടിട്ട് ആ ഉപദേശത്തെ തൊട്ട് ദുരുപദേശത്തെ അവസാനിപ്പിക്കുന്നവൻ ധന്യനെന്ന് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. आमीन, लेकिन जो मसीह का उपदेश है उसमें ढलते हुए जाने वाले बड़े भाग्यशाली है करके पढ़ते हैं. ദുരുപദേശം അവിടെ നിൽക്കട്ടെ. आमीन, ये गलत टीचिंग्स को हम एक साइड में നല്ല रखें. ഉപദേശത്തിലോട്ട് നമുക്കൊന്ന് വരാം. आमीन, अच्छा उपदेश की ओर അപ്പൊ आए. യേശു വാഗൊണ്ട് പറഞ്ഞ വാക്കാണ് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് യേശു പറഞ്ഞു. आमीन, यीशु ने अपने मुंह से कहा कि आमीन, पाप के क्षमा के लिए अनेक लोगों के लिए बहाया गया हुआ नया नियम का ये लहू करके कहता പുറപ്പാട് है. പുസ്തകം 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. आमीन, बुक ऑफ एक्सोडस चैप्टर 20 वर्सेस 8 में 24 का 8 में हम पढ़ते हैं. അവിടെ വായിക്കുന്നത് മോശ യാഗപീഠത്തെ രക്തം കിണ്ണത്തിനകത്ത് എടുത്തു. आमीन, मूसा ने उस बलि का पीठ से आमीन आमीन लहू आमीन उठाता है. ജനത്തിന്റെ മേലും പുസ്തകത്തിന്റെ മേലും തളിച്ചു.
आमीन लोगों के ऊपर और पुस्तक के ऊपर वे छिड़ते हैं അവിടെ പറഞ്ഞു ഇത് നിയമത്തിനുള്ള രക്തമെന്ന് പറഞ്ഞു. और वहां पर कहता है कि ये नियम का लहू है. 24 और मूसा ने आधा लहू लेकर कटोरों में रखा और आधा वेदी पर छिड़क दिया. तब वाचा की पुस्तकों को लेकर लोगों को पढ़कर सुनाया. उसे सुनकर उन्होंने कहा, जो कुछ यहोवा ने कहा है उस सबको हम करेंगे और उसकी आंखें मानेंगे. ഇത് നിയമത്തിനുള്ള രക്തമെന്ന് മോശ പറഞ്ഞു. आमीन ये नियम का आमीन लहू है करके कहता കാരണം है മോശയ്ക്ക് അത്ര പറയാനൊക്കത്തുള്ളൂ. क्योंकि मूसा उतना ही कह सकता കാരണം है ഇത് മൃഗത്തിന്റെ രക്തമാണ്. क्योंकि वो जानवर का लहू है അത് തന്നെയല്ല, അത് പഴയ നിയമമാണ്. और वो ही नहीं वो पुराने नियम है. അപ്പോൾ ജലത്തിന്റെ മേൽ തളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ശുദ്ധിയുള്ളവരാകാൻ പറഞ്ഞു. आमीन लोगों के ऊपर छिड़कते हुए कहता है कि तुम पवित्र हो അപ്പോൾ जाओ. യേശു പറഞ്ഞ വാക്ക് നോക്കിക്കേ. तब यीशु ने क्या कहा? 2 വാക്കെടുത്തു പറഞ്ഞു. दो बातें उन्होंने स्पष्ट किया. ഒന്ന് പുതിയ നിയമം എന്ന് പറഞ്ഞു. आमीन नया नियम करके അത് कहता മോശ है, ചേർത്തില്ല. वो मूसा नहीं कहा. എന്റെ രക്തമെന്ന് യേശു പറഞ്ഞു. आमीन यीशु कहता है कि मेरा लहू करके कहता है. യേശുവിനത് മോശയ്ക്കത് പറയാനൊക്കത്തില്ല. आमीन मूसा कभी भी वो कह नहीं കാരണം सकता ഇത് യാഗവസ്തുവിന്റെ രക്തമാണ്. क्योंकि ये बलि का लहू है. അപ്പോൾ യേശു പറയാണ് പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. इसके लिए यीशु कहता है कि नया नियम का मेरा लहू है करके वहां पर कहता അപ്പോൾ है. യേശു ഈ രക്തം തന്നത് എന്തിനാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്. आमीन यीशु ने ये लहू क्यों दिया है करके मत्ती के सुसमाचार में क्या बताया गया है? അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് യേശു പറഞ്ഞു. अनेक पापों के क्षमा के लिए आमीन बहाया गया नया नियम का मेरा लहू करके यीशु वहां पर कहता है. കർമ്മമായിട്ട് ചെയ്യേണ്ട 2 കാര്യം ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. കർമ്മം आमीन जो करना है उसके बारे में 2 भाग बाइबल में बताया गया है. ഒന്നാണ് കർത്താവിന്റെ തിരുമേശ പാപമോചനത്തിന്. आमीन एक है परमेश्वर की मेष की सेवकाई पाप की क्षमा के लिए. രണ്ടാമതൊന്ന് സ്നാനമാണ്. आमीन दूसरा है आमीन बपतिस्मा അത് लेना. അപ്പോസ്തല പ്രവൃത്തി 22 അധ്യായം आमीन प्रेरितों के काम उसके 22वें अध्याय 16 വാക്യത്തിൽ വായിക്കുന്നത് 16. 16वें आयत में जब हम पढ़ते हैं, क्योंकि तू उसकी ओर से सब मनुष्यों के सामने उन बातों का गवाह होगा जो तूने देखी और सुनी है. अब क्यों देर करता है? उठ, बपतिस्मा ले और उसका नाम लेकर अपने पापों को धो डाल. നമ്മുടെ എല്ലാവരുടെയും ബൈബിളിൽ ഇരിക്കുന്ന ഒരുപോലല്ലേ എഴുതിയിരിക്കുന്നത്. आमीन क्या हर एक बाइबल में यही लिखा है? ഇത് അവിടെ പൗലോസ് സഹസ്രാധിപന്മാരുടെ മുന്നിൽ നിന്ന് പറയുന്ന ഒരു വാക്കായത്. आमीन वहां पर आमीन बाकी के जजेस के सामने खड़े रहकर पौलुस कहने वाली പൗലോസ് बात है. തന്റെ വായിൽ നിന്ന് പറയുന്ന വാക്കാ. आमीन पौलुस अपने मुंह से कहने वाली बात है. ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് അടിച്ച് വീണ് അവിടുന്ന് എഴുന്നേറ്റപ്പോൾ आमीन दमस्कोस के उस आमीन प्रेस लॉर्ड स्ट्रीट में जब गिरा हुआ था, ശൗലേ നീ എന്തിനാ താമസിക്കുന്നത്? आमीन शॉल तू क्यों देर कर रहा നീ है? എഴുന്നേറ്റ് तू उठ, നീ എഴുന്നേറ്റ് അവന്റെ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു പ്രാർത്ഥിച്ച് आमीन यीशु के नाम पुकार कर प्रार्थना करे. നിന്റെ പാപം കഴുകിക്കളക എന്ന് പറഞ്ഞു. സ്നാനം എന്നൊരു കർമ്മത്തോടുകൂടെ പാപം കഴുകിക്കളയാൻ പറഞ്ഞു. आमीन तेरे पाप को धो डाल, बपतिस्मा के द्वारा तेरे पाप को धो डाल करके वहां पर कहता है. പാപം മോചിക്കാൻ 2 കർമ്മമാർഗമാണ് കർത്താവ് ചെയ്തത്. आमीन पापों को क्षमा मिलने के लिए 2 कार्य यीशु हमें सिखाता ഒന്നാണ് है. കർത്താവിന്റെ തിരുമേശ. आमीन एक है परमेश्वर की मेष का सेवकाई. 2 ജ്ഞാനസ്നാനം. आमीन दूसरा है बपतिस्मा लेना. ഈ ക്രിസ്തീയ സഭയ്ക്ക് ഒരു അടിസ്ഥാന ഉപദേശമുണ്ട്. आमीन हर एक मसीह कलीसिया के लिए एक फाउंडेशनल डिसिप्लिन बताया गया है. പട്ടത്ത सभയിൽ നിന്ന് വന്നവർക്ക് അതറിയാം. आमीन जो नामधारी कलीसिया से आए हैं वे जानते हैं. വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ഒന്നുണ്ട്. आमीन क्रीड करके एक बात है. ആ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നതാണ് आमीन उस क्रीड के अंतिम भाग में इस प्रकार बताया गया है. പാപമോചനത്തിനും മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. आमीन
पाप की क्षमा के लिए आमीन बपतिस्मा लेना ही है, एक भाग करके हम कबूल करते हैं। എന്ന് ഞങ്ങൾ മരിച്ചുപോയവരുടെ ഉയർപ്പിനും आमीन मरे हुओं का जी उठने में, മരിച്ചുപോയവർ വരുവാനുള്ള നിത്യജീവനുമായി आमीन और आने वाला अनंत जीवन के लिए ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്നാണ് വിശ്വാസ പ്രമാണം വായിച്ച് അവസാനിപ്പിക്കുന്നത്. हम देखकर इंतजार करते करके वहां पर लिखा गया है। പാപം ഏറ്റുപറഞ്ഞ് വേണം സ്നാനമേൽക്കാൻ. आमीन पाप को कबूल करके बपतिस्मा लेना അതാണ് जरूरी है। അവിടെ പറഞ്ഞ വാക്ക്. आमीन वही वहां पर बताया गया। പാപമോചനത്തിന് മാമോദീസ ഒന്നേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയണം. आमीन बपतिस्मा के द्वारा ही पाप का क्षमा है करके हम अपने आप से कबूल करना है। അതാണ് പൗലോസ് പറഞ്ഞ വാക്ക്. आमीन वही बात पौलुस यहाँ पर बताता है। സഹസ്രാധിപ സംഘത്തിൽ നിന്നുകൊണ്ട് आमीन वहां के लोगों के बीच में खड़े रहकर പൗലോസ് പറയുകയാണ്, आमीन पौलुस कहता है, ശമൂലേ, നീ എന്തിനായി നീ താമസിക്കുന്നത്? ए शाऊल तू क्यों इंतजार करता നീ है? താമസിക്കേണ്ടതാ, നീ എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപം കഴുകിക്കളക എന്ന് പറഞ്ഞു. तो उठ और बपतिस्मा ले और तेरे पापों को धो डाल। അപ്പം സ്നാനം പാപമോചനത്തിനാണോ? आमीन तो बपतिस्मा लेना क्या पाप के क्षमा के लिए नहीं है? പാപം കഴുകിക്കളയാനാണോ? हमें इन पापों का धोने के लिए नहीं है। ചിലര് സ്നാനപ്പെടാൻ ഇറങ്ങുമ്പോ ചിരിച്ചോണ്ടാ ഇറങ്ങുന്നത്. आमीन कुछ लोग जब बपतिस्मा के लिए निकलते हैं तो हंस हंस के निकलते അധിക हैं। നാള് നിലനിൽക്കുന്നില്ല. आमीन ज्यादा समय तक नहीं जाएगा। യാതൊരു പാപബോധവും അവരുടെ മനസ്സിലില്ല. आमीन पाप के बारे में कोई हालेलुया प्रेज लॉर्ड विचार ही उनके अंदर नहीं है। എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരാനാണ് ഞാൻ സ്നാനം എന്ന് പറഞ്ഞ് പാപങ്ങളെ ഏറ്റ് അനുദപിച്ചിറങ്ങുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. आमीन मैं यीशु के साथ जीना चाहता हूं बोलकर कबूल करके जो बपतिस्मा के लिए निकलते हैं उनके मुंह देखने में ही पता चल जाता है। ഞാന് എന്റെ മോനോട് ഈ ആഴ്ച കഴിയുമ്പോ എന്നെ അങ്ങ് വിടണേന്ന് പറഞ്ഞ് വിടാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നതിന് മുമ്പേ സ്നാനത്തിന്റെ ഒരു ക്ലാസ് കൂടെ എടുക്കാൻ എനിക്ക് അവസരം തരാമോന്ന് ഞാൻ ചോദിച്ചു. आमीन मैंने कहा कि आमीन जल्दी से इस हफ्ते अंतिम होने से पहले मुझे घर छोड़ दो करके कहा, लेकिन उससे पहले हो सके तो एक बपतिस्मा के क्लास रखने के लिए मैंने कहा। 4 തരത്തിലുള്ള സ്നാനമാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 4 प्रकार के बपतिस्मा के बारे में बताया ഞാൻ गया ഈ है। പറഞ്ഞ ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. आमीन अभी बोला हुआ वचन के അപ്പോൾ बाद ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് യേശു പറഞ്ഞു. अनेकों के लिए बहाया गया हुआ नया नियम का मेरा लहू करके यीशु कहता അത് है। പറഞ്ഞിട്ട് അടുത്തൊരു വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. उसका अगला भाग बड़े ध्यान पूर्वक हम देखना എന്റെ है। പിതാവിന്റെ രാജ്യത്തിൽ आमीन मेरे पिता के राज्य में നിങ്ങളോടുകൂടെ आमीन आपके साथ പുതുതായി കുടിക്കുന്ന നാൾ വരുന്നത് വരെ हमें नए तौर से इसमें भागी होने तक ഞാനിനി മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ അനുഭവിക്കത്തില്ലെന്ന് मैं പറഞ്ഞു. अब दाखरस के इस आमीन भागी नहीं होऊंगा। 28 മത്തായിയുടെ സുവിശേഷം 26-28. क्योंकि ये वाचा का मेरा वो लहू है जो बहुतों के लिए पापों की क्षमा के निमित्त बहाया जाता है। അടുത്ത വാക്ക്. मैं तुमसे कहता हूँ कि धाक का ये रस उस दिन तक कभी ना पीऊंगा जब तक तुम्हारे साथ अपने पिता के राज्य में नया ना पीऊं। അപ്പോൾ കർത്താവ് യേശുവരാൻ പറയുകയാണ്, आमीन यीशु यहाँ पर कहता है നിങ്ങളോടുകൂടെ എനിക്ക് സ്വർഗത്തിൽ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം അനുഭവിക്കണം. आमीन आपके साथ स्वर्ग में मुझे इसमें से भागी होना है। പ്രതീക്ഷയും പ്രത്യാശയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളമൊന്ന് ഉയരട്ടെ. आमीन यदि प्रतीक्षा और आशा यदि आपके हृदय में है तो परमेश्वर में हम आनंद मनाएं। ഞാനും നിങ്ങളും ആരാ? आमीन मैं और आप कौन हैं? പണം കൊണ്ട് നോക്കിയാൽ അദാനിയുടെ അംബാനി റിലയൻസിന്റെ അത്ര ഒക്കുമോ നമുക്ക്? आमीन यदि धन के तौर से देखेंगे तो आमीन अंबानी अडानी के उतना हमें कुछ भाग नहीं है। ഈ സൗന്ദര്യം കൊണ്ട് നോക്കിയാൽ സിനിമാ നടിമാരുടെ കൂടെ നിൽക്കാൻ ഒക്കുമോ? आमीन यदि खूबसूरती के साथ यदि देखेंगे तो संसारिक लोगों के साथ क्या हम खड़े रह पाएंगे? വംശപാരമ്പര്യം നോക്കിയാൽ നിൽക്കാൻ ഒക്കുമോ? आमीन यदि जाति के आमीन कुल के बारे में यदि हम देखेंगे तो क्या हम खड़े रह पाएंगे? ദൈവമക്കളെ, അധർമ്മികളും പാപികളുമാകുന്ന നമ്മുടെ കൂടെ യേശു തമ്പുരാനിരുന്ന് സിയോൻ മാളിക മുറി കഴിച്ചതുപോലെ ഒരു നേരത്തെ ഭോജനത്തിനിരിക്കാൻ യേശു ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പദവി ചെറുതാണോ? आमीन अधर्मी और पापी होने के नाते भी हमारे साथ वो इसमें इस सेवकाई में
हमारे साथ भागी होना चाहता है करके जब यीशु कहता है, क्या वो एक छोटा या साधारण बात है क्या? യേശുവാണ് എത്രയും വേഗം വന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവചനത്തിലുണ്ട്. I mean, यीशु हमें लेकर जाकर, I mean, मिलकर ये भोजन में भागी होने के लिए, I mean, जल्दी कर रहा है. ഈ പുരുഷന്മാർക്ക് ഭയങ്കര സന്തോഷമാ ഭാര്യമാര് കൂടെ വരുന്നത്. I mean, पुरुष लोग को बड़े आनंद है कि अपने पत्नियां अपने साथ चलना. എന്റെ അമ്മയുടെ അപ്പന്റെ കാലത്തൊക്കെ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു പോസ്റ്റിന് ദൂരെ വിട്ടേ അവര് നടക്കത്തുള്ളൂ, റോഡെ ഒന്നിച്ചു പോകത്തില്ല. I mean, पापा के माता पिता के समय में, I mean, पति और पत्नी के बीच में एक पोस्ट का I mean फासला रहता था. ഒന്നിച്ചു പോകുന്ന വലിയ നാണക്കേടാണ്. I mean, साथ में चलना बहुत ही शर्मिंदा बात था. ഇന്ന് ബൈക്കിന്റെ പുറകിൽ ഇരുന്നാൽ ഭർത്താവിന്റെ തോളേലാ പെട്ടിരിക്കുന്നത്. आजकल जब बाइक में बैठते हैं तो पति का कंधे में पत्नी बैठते हैं. എവിടെങ്കിലും കൊണ്ടുപോയി വല്ല പാറക്കെട്ടിലും വനത്തിലും അവിടെ ഇവിടെ എല്ലാം ചെന്നങ്ങ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. I mean, कहीं पर भी जाके फोटो लेना चाहते हैं. ഞാൻ ചിലപ്പോ ഓർക്ക് ഈ സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരാണ്. I mean, मैं कभी कभी सोचता है कि ये स्त्री लोग कितने I mean भाग्यशाली लोग. റോഡെ പോയാലും മുഴുവൻ കണ്ണും ഭാര്യയുടെ നേർക്ക. I mean, यदि रास्ता से भी होकर चले तो सभीों का नजर शायद उस पत्नी के ऊपर. ബാക്കി നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി. I mean, बाकी आप लोग संकल्प ഈ कर सकते हैं. വെളിപ്പാട് പുസ്തകം അവസാനം അധ്യായം അവസാനം വാക്യം വരുമ്പോഴേ I mean, बुक ऑफ रेवलेशन के अंतिम आयत के अंतिम भाग में जब हम पहुंचते हैं, യോഹന്നാൻ പെന്തക്കോസ്ത് സഭകളുടെ നേതാവായി നിന്ന് റെപ്രസെന്റേറ്റീവായിട്ട് നിന്ന് പറഞ്ഞു, ആമീൻ കർത്താവായ യേശുവേ വരണമേ എന്ന്. I mean, यूहन्ना I mean, हर एक कलीसियाओं के एक I mean रिप्रेजेंटेटिव होकर खड़े रहकर कहता है कि हे परमेश्वर I mean जल्दी से दोबारा आए. അല്ല വരണമേ എന്ന് പറഞ്ഞു. I mean, आए. जो इन बातों का അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ആമീൻ കർത്താവായ യേശുവേ വരണമേ എന്ന്. I mean, यूहन्ना कहता है कि आमीन है प्रभु यीशु आ. आमीन आमीन हे प्रभु यीशु आ. യോഹന്നാൻ സഭകളുടെ പ്രതിനിധിയായിട്ട് പറയുക, ആമീൻ കർത്താവേ വരണമേ എന്ന്. आमीन हाँ आमीन परमेश्वर तू आ करके कहता പക്ഷെ है. യേശു പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? आमीन यीशु बोलने वाला जवाब क्या ഇതോ है? ഞാൻ വേഗം വരുന്നു. आमीन देखो मैं जल्दी से आता ആ हूँ. മണവാളനും മണവാട്ടിയുമായി ഒന്നിച്ച് മണിയറയിലേക്ക് കയറാനുള്ള സന്തോഷവും സംതൃപ്തിയും ആ കർത്താവിനുള്ളത് തന്റെ സഭയെ ഒന്ന് പ്രകടിപ്പിച്ചറിയിക്കുക, ഞാൻ വേഗം വരുന്നു എന്ന്. दुल्हा और दुल्हन के बीच का प्रेम को दिखाते हुए आमीन यीशु कलीसिया के बारे में कहता है कि मैं जल्दी से आना चाहता हूँ. യേശുവിന് നമ്മളോട് ഉള്ളിടത്തോളം സ്നേഹം ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? आमीन यीशु हमारे और दिखाने वाले प्रेम इस संसार में कोई और दिखा सकता है? യേശുവിന്റെ സ്നേഹം അമൂല്യമായ സ്നേഹമാണ്. आमीन यीशु का प्रेम एक अनमोल प्रेम है. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് मैं जब केरला में था, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിത്യമായിട്ട് മരുന്ന് മേടിക്കും. आमीन पत्नी के लिए एक मेडिकल स्टोर से आमीन एक ही मेडिकल स्टोर से निरंतर दवाई लेते थे. അപ്പോഴേ 3.5 മാസം എന്നെ കണ്ടില്ല. आमीन 3.5 महीने तक उन्होंने मुझे नहीं അപ്പൊ देखा. ആ മെഡിക്കൽ സ്റ്റോറുകാരനോട് ചോദിച്ചു, വർഷ നേരത്തെ എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. आमीन मेडिकल स्टोर वाले ने पूछा कि आजकल दिखाई नहीं दे रहा है. ഞാൻ പറഞ്ഞു, എന്റെ മോനും മരുമോളും കൂടെ അങ്ങ് ബോംബെ കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെന്റ് സുഖമായിട്ട് വന്നെന്ന് പറഞ്ഞു. आमीन मेरा बेटा और परिवार ने उन्हें लेकर गया, वहां पर ट्रीटमेंट किया, अभी सही सलामत पहुंच गए. മരുമോള് നല്ലപോലെ നോക്കി, അതുകൊണ്ട് കുഴപ്പമില്ല, സൗഖ്യത്തോടെ വന്നെന്ന് ഞാൻ പറഞ്ഞു. बहू ने ठीक ठाक देखा, इसके लिए सही सलामत पहुंच गया. അപ്പം ആ ഒത്തിരി പേരുണ്ട്, ആ മെഡിക്കൽ സ്റ്റോറുകാരൻ ചോദിച്ചു, അത് ഭാഷക്ക് അങ്ങ് ശുശ്രൂഷിച്ചാ പോരായിരുന്നു എന്ന് ചോദിച്ചു. आमीन उन्होंने कहा कि पासवान उनका सेवकाई तो कर सकता അപ്പൊ है. പുള്ളിയുടെ ഭാര്യ അവിടെ നിൽപ്പുണ്ട്, आमीन तो उनका पत्नी वहां पर ऑलरेडी खड़ा വേറെ है. പലരുണ്ട്. आमीन अनेक लोग वहां पर खड़े അപ്പൊ हैं. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, आमीन मैंने उनसे कहा, ഭാര്യയും ഭർത്താവും ആണെങ്കിലും ഭർത്താവ് ഒരു ഭാര്യ, ഭാര്യ ഒരു ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നുണ്ട്, ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. आमीन यदि पति पत्नी है या पत्नी और पति के साथ है, फिर भी उनके लिए सेवा करने में आमीन थोड़ा सीमाएं हैं. ഭർത്താവിന് തലവേദന വന്നാൽ ഭാര്യ വല്ല കഷായക്കൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഇത് കുടി ഇച്ചിരി കുടി ഇച്ചിരി കുടിയെന്ന് പറഞ്ഞാൽ അടുക്കൊന്ന് കുടിപ്പിക്കും. आमीन पति यदि सिर दर्द या बीमारी है तो पत्नी आकर कुछ बनाकर लेकर देते हैं कि बोलते हैं कि पियो पियो करके. ഭാര്യയ്ക്ക് വരികയാണെന്ന് ഒരു ഭർത്താവ് പറയും, എടി അന്നൊരു കഷായം ഉണ്ടാക്കി തന്നായിരുന്നല്ലോ, അത് ഉണ്ടാക്കി നീ അങ്ങ് കുടിച്ചോന്ന് പറയും, ഈ
പുള്ളി റോഡ് ഇറക്കി അങ്ങ് പൊക്കോളും. आमीन। यदि पत्नी को बीमारी होता है तो पति कहता है कि उस दिन तूने मेरे लिए बना कर दिया था, वो थोड़ा बनाकर पी लो बोलकर आमीन निकल അപ്പൊ जाते हैं। അതിന്റെ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. आमीन। वो इस संसार में हम देखते हुए आ रहे हैं। ഞാൻ ആ കടയിലുള്ളവരോട് പറഞ്ഞത്, मैंने उस दुकान में खड़े रहने वाले സ്വന്തം ഭാര്യ കരഞ്ഞാൽ ഈ പുള്ളിക്ക് കണ്ണുനീരും വരത്തില്ല, വിഷമവും വരത്തില്ല. आमीन। अपने पत्नी यदि रोते हैं तो उन्हें दुख या दर्द भी नहीं होता है। അതേസമയത്ത് വേറൊരു പെണ്ണ് റോഡിൽ നിന്ന് കരയാണ്, അയ്യോ ഈ പുള്ളിയുടെ കരച്ചിലും സഹതാപവും കണ്ട പറഞ്ഞു തീർക്കണ്ട കുടുംബത്തിലെയാണെന്നാ തോന്നുന്നത്. दूसरों के पत्नी यदि रास्ते में खड़े रहकर रोता है तो उनकी ओर दिखाने वाला दया आमीन ऐसा लगता है कि उनका घर का है। അപ്പൊ ആ പുള്ളിക്ക് എന്തോ ക്ലിക്ക് ചെയ്ത് കൈ തന്നിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇത് സത്യമാണെന്ന് പറഞ്ഞു. आमीन। उन्होंने इन्हें हाथ देकर कहा कि यह सच बात है। എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ आमीन। लेकिन कलीसिया के बारे में മശിഹായിക്കാണ് നമ്മളോടുകൂടെ ഒന്നിച്ച് പാനപാത്രം എടുക്കാൻ ആഗ്രഹം. आमीन। मसीहा चाहता है कि कलीसिया से आमीन मिलकर इस सेवकाई में भागी हो। നിങ്ങളോടുകൂടെ ഇനി പുത്തനായി കുടിക്കുന്നത് വരെ ഞാൻ ഇനി മുന്തിരിവള്ളിയിൽ നിന്ന് കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. नए तौर से इसमें से भागी होने तक इस दाकरस में से मैं भागी नहीं होगा। നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ കാര്യത്തിൽ? आमीन। क्या हमें उसमें प्रतीक्षा है? എത്ര പരിശുദ്ധമായി ജീവിച്ചെങ്കിലേ മശിഹാ നമ്മളോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുകയുള്ളൂ. आमीन। कितना पवित्रताई के साथ यदि हम जिएंगे तो ही मसीहा हमारे साथ उस भोजन में നമ്മുടെ बैठ पाएगा। യേശുവിന് ഒരു ഗുണനിലവാരമുണ്ട്. आमीन। मेरा यीशु को एक आमीन लेवल है। ആ ഗുണനിലവാരത്തിൽ നിൽക്കുന്ന ഒരാളിനെ അങ്ങോട്ട് മാറൊക്കത്തുള്ളൂ. आमीन। उस श्रेष्ठता के अनुसार खड़े रहने वालों को ही वहां पर जा सकते हैं। ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാ പറഞ്ഞത്. आमीन। बड़े ध्यान पूर्वक ध्यान देने वाला ഇത് बात। നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാര്യമാ പറഞ്ഞത്. आमीन। ये हमारे विश्वास के जीवन के बारे में बताता അപ്പോൾ है। 22 സങ്കീർത്തനത്തിൽ പറഞ്ഞു, आमीन। 22 भजन നീ संगीता में എന്നെ എന്തിനാ കൈവിട്ടതെന്ന് ചോദിച്ചു. हे परमेश्वर तूने मुझे क्यों छोड़ दिया। അതിന്റെ 11 വാക്യത്തിൽ അപ്പൊ മുകളിലൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞിട്ട് താഴെ പറഞ്ഞു, आमीन। उसके 11वें आयत में हम देखते हैं കഷ്ടമെടുത്തിരിക്കാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ എന്ന് പറഞ്ഞു. कष्ट करीब आ गया है, इसके लिए मुझको छोड़ कर ना जाए। കഷ്ടമെടുത്തിരിക്കുന്നെന്നാ പറഞ്ഞത്. आमीन। कष्ट बहुत करीब आ गया അന്ന് है। കർത്താവിന്റെ ക്രൂശീകരണം കണ്ടു വെളിപ്പാടിൽ. आमीन। क्योंकि यीशु ने अपने क्रूश मृत्युओं को दर्शन में उन्होंने 1 देखा। വാക്യത്തിൽ എന്റെ ദൈവമേ നീ എന്നെ എന്തിനാ കൈവിട്ടതെന്ന് ചോദിച്ചു. पहला आयत में माय गॉड व्हाई हैव यू फॉरसेकन मी करके ഇനി कहता है। കർത്താവ് എന്തുകൊണ്ട് യേശു എന്തുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചു? आमीन। यीशु अपने पिता को क्यों परमेश्वर करके അപ്പൊ पुकारता है। ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ദൈവവും പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്നാ. आमीन। तब आमीन पिता भी पुत्र को बुलाता है परमेश्वर करके। ഇതുകൊണ്ടായി വേർപെട്ട സഭക്കാർ യേശുവിന്റെ അമ്മ മറിയെ ആരാധിക്കാൻ പോകാത്തത്. आमीन। इसके लिए अलग हुआ कलीसियाए आमीन यीशु का माँ को मरियम को आराधना അത് करने नहीं വേറെ जाता വിഷയം, है। അതവിടെ നിൽക്കട്ടെ. वो एक दूसरा भाग है, बाद में करेंगे। പിതാവായ ദൈവം പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്ന് എബ്രായ ലേഖനം 1 അധ്യായത്തിൽ. आमीन। पिता परमेश्वर पुत्र को आमीन परमेश्वर करके पुकारता है हेब्रानियों के पत्री में। എബ്രായ ലേഖനത്തിൽ ഒരു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നുവെന്നാണ്. आमीन। पुत्र की ओर कहता है कि हे परमेश्वर तेरा सिंहासन स्वर्ग में आमीन स्थिर है करके कहता है। യേശു ക്രൂശിൽ കിടന്ന് പറയുന്നതും എന്റെ ദൈവമേ എന്നാ വിളിക്കുന്നത്. आमीन। क्रूश में भी यीशु कहता है कि माय गॉड करके वहां पर पुकारता है। യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് यूहन्ना के सुसमाचार में कहता है ഞാനും നീയും ഒന്നാകുന്നു എന്നാ. मैं और आप एक है। ഞാനും നീയും ഒന്ന് ആകുന്നു അതുപോലെ ഇവരും തമ്മിൽ ഒന്നാകണം. आमीन। मैं और आप जिस प्रकार एक है वैसा ये भी आमीन एक हो जाए। യേശുവിന്റെ ആഗ്രഹം മനസ്സിലായോ? तो यीशु का आग्रह हम समझ ഒരു पाए। നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓടി നടക്കുന്ന എന്നെ നിങ്ങളെ കർത്താവിൽ ഒന്നാക്കണമെന്നാണ് എന്റെ യേശുവിന്റെ ആഗ്രഹം. एक रोटी के लिए मेहनत करने वाले मेरा और आपके जिंदगी को परमेश्वर के साथ एक बनाने का है पिता का आग्रह। ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളം ഉയരണം. आमीन। जब इस बात को कहता हूं तो आपका हृदय आनंद मनाना। പാടാൻ മാത്രം ഇരിക്കരുത്, അനുഭവിക്കാനിരിക്കണം. ഉള്ളം ഉയരുന്നു, ഉള്ളങ്കാൽ പൊങ്ങുന്നു, തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ. केवल हम गा करना छोड़े बल्कि हृदय में वो आनंद उठाना बहुत जरूरी है। യേശുവിന് ചുറ്റുപാടും വന്നതായ മനുഷ്യനെ കുറിച്ച് വെളിപ്പാട് യേശു കണ്ട്
ദാവീദ് കണ്ടു. आमीन। यीशु के चारों ओर घेर कर आने वाले लोगों के बारे में दाऊद दर्शन में देखता है। 12-ാം വാക്യം വന്നപ്പോൾ പറഞ്ഞു, आमीन। 12वीं आयत में इस प्रकार कहता है, കാളകൾ എന്നെ വളഞ്ഞു. many bulls surrounded me। നോക്കണേ, കാളകൾ, ഈ ദൈവമില്ലാത്തവരെ കർത്താവ് വിളിക്കുന്നത് കാളകൾ എന്നാ പറഞ്ഞത്. आमीन। जो परमेश्वर का नहीं है वे लोगों के बारे में यहाँ पर हालेलुया आमीन प्रेज लॉर्ड बुल करके ബാശാൻ കൂറ്റന്മാരെന്ന് പറഞ്ഞു. हालेलुया 12-ാം വാക്യം. आमीन प्रेज लॉर्ड स्ट्रॉन्ग बुल्स ऑफ बाशान करके वहां पर कहता है। അലറുന്ന സിംഹമാണെന്ന് പറഞ്ഞു. आमीन। गरजने वाला सिंह करके कहता അവ है। കർത്താവ് പറയുകയാണ്, എന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞു. आमीन। मेरा शरीर का एक हड्डी अलग होता है करके यहाँ पर यीशु ഞാൻ മെഴുകുരുകുന്നത് പോലെ ഉരുകി പോകുന്നെന്ന് പറഞ്ഞു. आमीन। एक कैंडल पिघलने के नाई में पिघल रहा हूं करके यीशु वहां पर എന്റെ कहता है। കുടലിന്റെ നടുവേ കീറിപ്പോകുന്നെന്ന് പറഞ്ഞു. हालेलुया आमीन। मेरा शरीर में आमीन लॉर्ड आमीन फटने का अलग होने का दर्द में महसूस എന്റെ करता ശക്തി हूं। ഓട്ട് കഷ്ണം പോലെയായി പോകുന്നെന്ന് പറഞ്ഞു. हालेलुया मेरा शक्ति मेरा हालेलुया बल एक सूखे हुए लकड़ी के नाई हो रहा है। ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ ക്രൂശീകരണത്തെയാണ് ചിന്തിക്കേണ്ടത്. आमीन। जब इस भाग को कहता हूं तो यीशु का क्रूस मृत्यु की ओर हमारे ध्यान को എന്റെ लगाएं। ശക്തി ഓട്ട് കഷ്ണം പോലെയായി എന്ന് പറഞ്ഞു. आमीन। मेरा सामर्थ्य एक सूखे हुए लकड़ी के नाई हो गया എന്റെ है। നാമണ്ടകത്തോട് പറ്റിപ്പോകുന്നെന്ന് പറഞ്ഞു. आमीन। मेरा जीभ मुंह से चिपक रहा है करके ഒറ്റ कहता है। രാത്രിയിൽ യേശുവിനെ 6 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ചു. आमीन। एक ही रात में यीशु को 6 कोर्ट में 7 बार आमीन प्रेज लॉर्ड जजमेंट के लिए പ്രധാന खड़ा കോടതി करता है। തുറക്കുന്നതിന് മുമ്പേ യേശുവിനെ ക്രൂശിക്കണം, അല്ലെങ്കിൽ നടക്കത്തില്ല. आमीन। मुख्य आमीन जजमेंट का आमीन कोर्ट जब ओपन होने से पहले ही यीशु को क्रूसीकरण करना ഈ कोशिश വിധി करता है। മുഴുവൻ യഹൂദന്മാരുടെ മര്യാദയിലുള്ള വിധിയാണ് നടക്കുന്നത്. आमीन। ये सब यहूदियों के तरीका के अपना एक आमीन अपनाते റോമാ हैं। സാമ്രാജ്യത്തിന്റെ സുപ്രീം കോടതി അവിടെ ഉണ്ട്. आमीन। रोमियों का आमीन सुप्रीम कोर्ट वहां पर है। സുപ്രീം കോടതി തുറക്കുന്നതിന് മുമ്പേ യേശുവിനെ ക്രൂശിച്ചില്ലെങ്കിൽ ക്രൂശീകരണം നടക്കത്തില്ല. आमीन। सुप्रीम कोर्ट ओपन करने से पहले यदि यीशु का क्रूसीकरण नहीं करते तो यीशु का क्रूसीकरण नहीं ഒറ്റ हो सकता। രാത്രിയിൽ 7 കോടതിയിൽ കർത്താവിനെ വിസ്തരിച്ചിറക്കി. आमीन। एक ही रात में यीशु को 7 बार ट्रायल किया है। നമ്മുടെ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് 9-ാം മണി നേരം പോയപ്പോൾ അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. आमीन। हमारे समय के मुताबिक शाम को 9 बजे को हालेलुया जजमेंट कोर्ट की ओर लेकर गया। ക്രൂശിപ്പാൻ കൊണ്ടുപോയി. आमीन। उनको क्रूस के लिए लेकर गया। അതിന്റെ 16-ാം വാക്യം നായ്ക്കൾ എന്നെ വളഞ്ഞു. आमीन। उसके 16वीं आयत में देखते हैं कि डॉग्स have surrounded me करके कहता है। അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടെന്ന് പറഞ്ഞു. आमीन। all my bonds are on display करके यीशु कहता है। യേശുവിന്റെ വസ്ത്രത്തിന് അവർ ചീട്ടിടുന്നെന്ന് പറഞ്ഞു. आमीन। they have divided my clothes among them। നിലവിളിച്ചു പറഞ്ഞോ, എനിക്ക് തുണയായിരിക്കണമേ എന്ന് ക്രൂശിൽ കിടന്ന് യേശു നിലവിളിക്കുന്നതാണ് ദാവീദ് ദർശനത്തിൽ പറയുന്നത്. हालेलुया। क्रूस में रहते हुए पिता से कहता है कि हे परमेश्वर तू मेरा करीब आकर मुझ पर तू तेरा बल दिखा। 21-ാം വാക്യം വന്നപ്പോൾ പറഞ്ഞു, സിംഹത്തിന്റെ വായിൽ എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞു. आमीन। rescue me from the mouth of the lions करके 21 में कहता है। കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞു. save me from the horns of the wild oxen करके वहां पर ഇങ്ങനെ कहता है। യേശു ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന ദാവീദ് ദർശനം കണ്ടതാണ്. ऐसा यीशु क्रूस में आमीन रहते हुए आमीन चिल्ला पुकारते हुए दाऊद दर्शन में देखता है। യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം വന്നപ്പോൾ आमीन। यशायाह की पुस्तक 53 अध्याय में जब हम आते हैं യെശയ്യാവ് പറയുകയാണ്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കർത്താവ് തന്നെന്ന്. आमीन। यशायाह कहता है कि उसके घोड़े खाने से मैं चंगा हो നമ്മുടെ गया। രോഗത്തിന് സൗഖ്യം തരാനാണ് യേശു ഈ കഷ്ടം സഹിച്ചത്. आमीन। मेरे बीमारियों में चंगाई देने के लिए यीशु ने ये कष्ट അത് उठाया है। പത്രോസ് അപ്പോസ്തലനും അത് പറഞ്ഞു. आमीन। प्रेरित पौलुस भी ये बात कहता നമ്മുടെ है। സമാധാനത്തിന് വേണ്ടിയാണ് അവൻ കഷ്ടം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. हमारे समाधान के लिए यीशु कष्ट उठाता അവന്റെ है। അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നെന്ന് പറഞ്ഞു. उसके घोड़े खाने से हम चंगे हो गए करके कहता है। 53-ാം അധ്യായത്തിൽ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. आमीन। यशायाह 53 में स्पष्ट तौर से बताया गया അത് है। ഈ രക്തം പാപമോചനത്തിന് മാത്രമല്ല, आमीन। ये लहू केवल पाप की
क्षमा के लिए ही നമ്മുടെ नहीं, രോഗശാന്തിക്ക് ഉതകുന്നതാണ്. आमीन, हमारे रोगों में चंगाई देने के लिए भी ഇന്ന് है, നമ്മുടെ എല്ലാവരും രക്തത്തിന് ഗ്രൂപ്പുകളുണ്ട്. आमीन। हम सभी लोगों का रक्त में अलग अलग ग्रुप, സകല ഗ്രൂപ്പിനും കൊള്ളാവുന്ന ഒരേ ഒരു രക്തം, യേശുവിന്റെ രക്തം മാത്രമേ लेकिन ഉള്ളൂ. हर एक प्रकार के रक्त के लिए एक ही रक्त मैच होता है, वो हमारे यीशु का അത് रक्त है, പ്ലേറ്റ്ലെറ്റിന്റെ വൈറ്റ് കൗണ്ട് ആയാലും റെഡ് കൗണ്ട് ആയാലും യേശുവിന്റെ രക്തം അത് ഉതകുന്നതാണ്. आमीन। वो प्लेटलेट का व्हाइट काउंट हो या रेड काउंट हो, लेकिन यीशु का लहू सारे बातों को पूरा करता है। കറുത്തവരായാലും വെളുത്തവരായാലും യേശുവിന്റെ രക്തം പാപമോചനത്തിനുള്ളതാണ്. काला हो या गोरा हो, यीशु का लहू हमारे पापों में से हमें क्षमा ആ देने के लिए है। രക്തത്താലാണ് നമുക്ക് അതിക്രമങ്ങളുടെ പാപങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ് ദൈവം തന്നത്. आमीन। उसी लहू से हमारे अन्याय के पाप के हालेलुया प्रायश्चित के लिए, क्षमा के लिए उसने लहू ഈ बहाया है। രക്തത്തിൽ വിശ്വസിക്കുന്നുവോ? आमीन। यदि आप उस लहू में विश्वास ഈ करते हैं, കർത്താവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നുവോ? आमीन, क्या आप उस यीशु का क्रूशीकरण में യേശുവേ, विश्वास करते हैं? എനിക്ക് വേണ്ടിയാണ് നീ മരിച്ചത്. आमीन। यीशु तूने मेरे लिए मरा है। ഞാൻ രോഗിയായി കിടക്കുന്നു. आमीन। मैं जब रोगी था, നിന്റെ രക്തം എന്റെ മേലൊന്ന് ഊറ്റാമോ? आमीन, तेरा लहू मेरे और ആ രക്തത്തിനാണ് എനിക്ക് വിടുതലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आमीन। वही लहू से मुझे छुटकारा है करके मैं विश्वास ഞാൻ എന്റെ करता हूं। അകൃത്യം നിന്നോട് ഏറ്റുപറയുന്നു. मैं मेरे गुनाहों को, गलतियों को तेरे അപ്പോൾ നീ सामने എന്റെ कबूल करता हूं। പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നാണ് തിരുവചനം പറയുന്നത്. तब तूने मेरे पापों को क्षमा किया करके तेरा वचन मुझे ഞാൻ सिखाता എന്റെ है। കുറ്റം അകൃത്യം നിന്നോട് ഏറ്റുപറഞ്ഞപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നാണ്. मैं मेरे अपराधों को, पापों को जब मैंने कबूल किया, तब तूने मेरे पापों को क्षमा किया करके നിന്റെ രക്തം बताता है। ഞങ്ങളുടെ മേലൊന്ന് ഊറ്റിത്തരണമേ എന്ന് പറയാൻ ഇന്ന് പകൽ എന്റെ ദൈവമക്കൾ തയ്യാറാകും. तेरे लहू मेरे और तू छिड़क परमेश्वर, मेरे लिए तू बहा करके क्या आज हम परमेश्वर से बोल നാം पाएंगे? ഈ വചനം ചിന്തിക്കും. നമ്മുടെ അടുത്ത് കർത്താവിരിപ്പുണ്ട്. आमीन। जब हम इस वचनों को सुन रहे हैं, हमारे करीब वो आकर बैठा നമുക്ക് है। സഭയിൽ ഒന്നും ചൂടാൻ ഒക്കുന്നില്ല, സത്യമാണ്. शायद कलीसिया में मिलकर हम आ नहीं पा रहे हो, നാളെ ശബ്ദത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. आमीन, लेकिन ये आवाज के सामने आप जब बैठे हुए हैं, എന്റെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. आमीन, परमेश्वर का वचन ये कहता है, വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. मैं वचन बेच कर उन्हें चंगाई, വചനം പറയുമ്പോൾ സൗഖ്യം വന്നിരിക്കും. आमीन, वचन जब कहता है तब चंगाई होता ഞാൻ है। അനുഭവിച്ചിട്ടുള്ളവനായോട് പറഞ്ഞത് आमीन। मैं उसका अनुभव किया है, इसके लिए मैं ഈ कहता हूं, വചനം നിങ്ങളോട് അറിയിക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകട്ടെ എന്ന്. आमीन, ये वचन जब मैं कहता हूँ तो बीमारियों को चंगाई हो रहा है। വിടുതലിന്റെ സമയമായി മാറട്ടെ എന്ന് ഞാൻ പറയുന്നു. आमीन। छुटकारा का समय होने पर, ദൈവത്തോട് ചോദിച്ചു, എത്ര നാൾ ഞാൻ കഷ്ടം അനുഭവിക്കണമെന്ന്. आमीन, परमेश्वर से हम पूछे कि कब तक मैं ये कष्ट ഞാൻ उठाऊंगा? എന്റെ ഭർത്താവ് എന്റെ മക്കൾ അധ്വാനിക്കുന്ന അധ്വാന ഫലം എത്രത്തോളം ഞാൻ വല്ലവനും കൊടുക്കണമെന്ന് ചോദിച്ചില്ല. मैं, मेरा पति, मेरा पत्नी, मेरे बच्चे, हमें इकट्ठा करने वाले धन कब तक मैं हॉस्पिटल्स में ले जाऊंगा? എന്റെ വചനം പറയുന്നുണ്ട്, എന്നെ അതിന്റെ അധ്വാന ഫലം വല്ലവന്റെ വീട്ടിലായി പോകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീരെന്ന് യേശു പറഞ്ഞു. आमीन। वचन कहता है कि हमारे मेहनत के फल किसी और के घर में ना हो जाए, इसके लिए प्रार्थना करें करके वचन നമ്മുടെ सिखाता है। അധ്വാന ഫലം വല്ലവനും കൊടുക്കാനുള്ളതല്ല. आमीन। हमारे मेहनत के फल एम्बेसडर तितर फितर करने के लिए नहीं है। ഞാൻ നിന്നോട് അറിയിക്കുന്നു, आमीन। मेरी गलतियों को तेरी ओर में कबूल എന്റെ कर, പാപം ക്ഷമിച്ചെന്റെ മേൽ സൗഖ്യത്തിന്റെ കരം നീട്ടണമെന്ന് പറയാം. मेरे पापों को क्षमा करते हुए मेरी और चंगाई के हाथों को तू बढ़ा നമ്മുടെ प्रभु। പിതാക്കന്മാരൊക്കെ പ്രാർത്ഥിച്ചതാണ്. हमारे पिताओं ने प्रार्थना किया है। ഞാനും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു. आमीन। हम और हमारे पिताओं ने पाप किया है, അതുകൊണ്ട് ഞങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിച്ചു തരണമെന്ന് അവർ പ്രാർത്ഥിച്ചതാണ്. इसके लिए हमारे गलतियों को तुम माफ कर करके वहां അതുകൊണ്ട് ദൈവത്തോട് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുന്നു. इसके लिए परमेश्वर से आज हम प्रार्थना നീ करते ഞങ്ങളെ हैं। തള്ളിക്കളഞ്ഞോ എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. तूने हमारे हाथों को छोड़ दिया है करके क्या हम परमेश्वर से पूछ सकते ഞങ്ങൾ हैं? എന്തുകൊണ്ട് കഷ്ടം സഹിക്കണം? हम क्यों ये कष्ट उठाना ഞങ്ങൾ है? ഇങ്ങനെ കുറേശ്ശെയായിട്ട് മരിക്കുന്നത് എന്തിനാണെന്ന് हम ചോദിക്കുന്നു. थोड़े थोड़े होकर क्यों इतना मरना ഞങ്ങളുടെ है? ശരീരം ജീർണിക്കുന്ന ദൈവത്തോട് പറ. हमारे शरीर एक एक दिन में कमजोर होते जा रहा അവന്റെ है। മുറിവേറ്റ കയ്യിൽ നിന്ന് രക്തം നിങ്ങളുടെ മേൽ വരും. तेरे छिदे हुए, हमें उसके छिदे हुए हाथों से वो लहू हमारा രോഗത്തിന് बहाएगा। സൗഖ്യം തരും. हमारे रोगों में वो चंगाई നമ്മുടെ देगा। ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ദൈവത്തിന് അറിയാം. आमीन। हमारे शरीर के हर एक ऑर्गन्स को वो जानता है। ശരീരം മാത്രം മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. ये शरीर ही मिट्टी से बनाया गया
गया है। നിങ്ങളും നിങ്ങളും വ്യാപരിക്കുന്ന ശക്തി ദൈവം തമ്പുരാന്റെ ഊത്തിനാണ് ഉണ്ടായത്. आमीन। मेरे और आप में आमीन होने वाला वो सामर्थ्य परमेश्वर की फूंक के द्वारा बनाया गया है। ഏദൻ തോട്ടത്തിൽ മണ്ണ് കൊണ്ട് അവൻ ഒരു പുത്രനെ ഉണ്ടാക്കി അവിടെ നിർത്തി. आमीन। ईदन के बगीचा में मिट्टी से गूंद कर एक पुतली उसने बनाया था। അവൻ കുനിഞ്ഞു, ആ മൂക്കിലോട്ട് ഊതി. आमीन। उसने झुका और उसके नाक में उसने फूंका। നമ്മുടെ കാലിൽ നിന്ന് അകം മുതൽ തലമുടി നാല് വരെ ശ്വാസം നമ്മുടെ ദൈവത്തിൻ്റെതാണെന്ന് വിശ്വസിക്കുക. पैर से लेकर सिर तक जो श्वास है वो ईशु परमेश्वर का है करके हम आज विश्वास करने അവന്റെ हैं। രക്തമാണ് രോഗശാന്തി കുറയുന്നത്. उसका लहू हमारे बीमारियों का चंगाई ആ के लिए दिया രക്തത്തിന് है। നമ്മൾ ഓഹരിക്കാരാകാം. आमीन। वो लहू का हम भागी बन जाए। ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. आमीन। इस वचन के साथ परमेश्वर हम सबको अनुग्रह से भरे। കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आमीन। परमेश्वर हम सबको अनुग्रह से भरने पाए। हालेलुया।